ശ്രീ ബിനോയിയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്, യഥാർത്ഥത്തിൽ ഇന്ന് അമേരിക്കയുടെ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇന്ത്യയോട് പോലും നിങ്ങൾ ഒരു മാസത്തേക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കോളൂ, നമ്മളെവിടെ നിന്ന് എണ്ണ വാങ്ങണ്ട എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾ പറയും. അവർ തന്നെ അത് പ്രസിദ്ധീകരിക്കുക കൂടിയാണ്. ഞങ്ങളിങ്ങനെ ഇന്ത്യക്ക് ഒരു ഇളവ് നൽകിയിട്ടുണ്ട് എന്ന മട്ടിലേക്ക്. ഇപ്പോൾ അടുത്തത് ക്യൂബയിലേക്കാണ് ആക്രമണം നടത്തുക എന്ന് കൂടി പറയുന്നു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം കിരൺ. അത് കേൾക്കുമ്പോ തന്നെ നമ്മൾ വൈകാരികമായി പ്രതികരിച്ചു പോകും. ഇപ്പൊ നമ്മളെ വിഷയം അതല്ല, പക്ഷെ അമേരിക്കയാണ് തീരുമാനിക്കേണ്ടത്. ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ 30 ദിവസം ഇനി റഷ്യയിൽ നിന്ന് വാങ്ങിക്കോ. അപ്പൊ ഇവര് തമ്മിലുള്ള എഗ്രിമെന്റ് എന്തുവാണ്? നമ്മളെല്ലാവരെയും കൊണ്ട് പ്രധാനമന്ത്രി അവിടെ പണയം വെച്ചോ, നിങ്ങൾ 30 ദിവസത്തേക്ക് മേടിക്കാനുള്ള അനുമതി പെർമിഷൻ തരുന്നു എന്ന് എന്തുവാ നമ്മൾ കേൾക്കുന്ന? ഇത്രയും കോടിക്കണക്കിന് ജനമുള്ള ലോകത്ത് ഏറ്റവും അഭിമാനത്തോട് പറയുന്ന ഇന്ത്യക്കാരനെന്ന് പറയും നമുക്ക് അമേരിക്കയുടെ പെർമിഷൻ ആണെന്നോ? ഇനി അവര് തമ്മിലുള്ള എഗ്രിമെന്റ് എന്താണെന്ന് ഇതുവരെ പുറലോകം നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മൾ അമേരിക്കയുടെ അണ്ടറിലായോ? അമേരിക്ക പറയുന്നതാണ് കാണോ ഇപ്പൊ ഇന്ത്യ കേൾക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട് കിരൺ. അതിനകത്ത് എന്തെങ്കിലും അവർ തമ്മിലുള്ള ഒരു ധാരണയോ ഒരു എഗ്രിമെന്റോ ഉണ്ടോ? ഈ രണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് ഈ മീഡിയക്കാർക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഉടമ്പടികൾ വല്ലതും ഈ എന്തെങ്കിലും ചോദ്യം ഇനി ചെയ്യണമെങ്കിൽ ഇന്ത്യയുടെ ഭരണകൂടം ആഭ്യന്തര കാര്യങ്ങൾ ചർച്ച ചെയ്യണമെങ്കിലോ അങ്ങനെ ഇത് ഒന്നും നമുക്ക് ഒരിക്കലും അങ്ങനെ ആ തരത്തിൽ പറയാൻ കഴിയില്ല. കാരണം ഈ ട്രംപിന്റെ ഒരു രീതി തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് ഞാനാണെന്ന് പറഞ്ഞു. ഇന്ത്യ അത് ഔദ്യോഗികമായി നിഷേധിച്ചിട്ട് പോലും പിന്നെയും കിട്ടുന്നത് ഇപ്പോൾ അങ്ങാണ്ട് 10 24 തവണയും കണ്ടായി ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും പോയി ഞാൻ അവസാനിപ്പിച്ചാണ്. പണ്ട് ഈ വല്ല ഞാനും മറ്റേ ആരോ ചേർന്ന് പിടിച്ചു എന്നൊക്കെ പറയുമല്ലോ, അതുപോലത്തെ ട്രംപിന്റെ അവസ്ഥ. അല്ല, ട്രംപ് ഇപ്പോഴും 8 കാലി മമ്മൂ ഞാവാൻ നോക്കുകയാണ്. കാരണം CNN പോലുള്ള ചാനലുകളിലൊക്കെ പറയുന്നറിയോ, അമേരിക്ക ഇന്ത്യക്ക് പെർമിഷൻ കൊടുത്തു റഷ്യയുടെ നിന്ന് എണ്ണ വാങ്ങാനെന്നുള്ളത്. അത് ഇന്ത്യയിലെ 145 കോടി ജനങ്ങളെ ഇനി ഇദ്ദേഹം കച്ചവടം ചെയ്ത് വെച്ചിരിക്കുകയാണോ വിറ്റു വെച്ചിരിക്കുകയാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അമേരിക്ക എന്നുള്ളത് വലിയേട്ടൻ മനോഭാവം യുദ്ധക്കൊതിയനായി മാറുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്. ഇപ്പോൾ വന്നു നിന്ന് പറയുകയാണ് ഞങ്ങൾ വീണ്ടും ക്യൂബയെ അടിക്കാൻ പോകുന്നത്. 67 വർഷം കൊണ്ട് ഈ ട്രംപിന്റെ ഉപ്പുപ്പമാർക്ക് പറ്റാത്തതാണ് വീണ്ടും ഇദ്ദേഹം വന്ന് നിന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാനേ പറ്റത്തുള്ളൂ. പിന്നെ ഈ ഇറാനിലും മറ്റുള്ളിടത്തും ഒന്നും ഈ പറയുന്ന കണക്ക് തീവ്രവാദ സംഘടനകളൊന്നും അല്ല പ്രവർത്തിക്കുന്നത്. അത് ഇസ്രായേലിനെ വെച്ച് ട്രംപ് മനഃപൂർവ്വം ആളുകളെ കൊന്നു തീർക്കുകയാണ്. അതുകൊണ്ട് ട്രംപിന്റെയും അമേരിക്കയുടെയും ഈ നിലപാടിനെതിരെ ഇന്ത്യക്കാരനെന്നുള്ള നിലയിൽ ഞാനിപ്പോ ഇതിനകത്ത് പ്രതികരിക്കുന്നത്, ഞാൻ ഇന്ത്യക്കാരനെന്നുള്ള നിലയിൽ പ്രതികരിക്കുന്നത്, നമുക്ക് ആരുടെ കയ്യിൽ നിന്ന് എന്ത് സാധനം മേടിക്കണം, എന്ത് കഴിക്കണം, എന്ത് തിന്നണം എന്ന് തീരുമാനിക്കേണ്ടത് ഈ ട്രംപ് അല്ല. അദ്ദേഹത്തിന്റെ നാട്ടിലെ കാര്യം പോയി നോക്കിയാൽ മതി. ഇന്ത്യ രാജ്യത്ത് സ്വയം പര്യാപ്തിയുള്ള നമ്മളെ നാടാണ്. നമ്മൾ ഒരുപാട് മുന്നിലാണ്. അതുകൊണ്ട് അമേരിക്കയുടെ ഈ പറഞ്ഞ ഈ ഒരു നിലപാടിനോടും ഇന്ത്യയിലെ കോൺഗ്രസുകാരായി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. വീണ്ടും പറയുന്നു, ഇത് ഇരട്ടത്താപ്പാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയും കാണിക്കുന്നത്. ശക്തമായി പോടാ പുല്ലെന്ന് പറയണം. നിന്റെ അടുത്ത് ചോദിച്ചതാണോടാ ഡീസലിന്റെയും പെട്രോളിന്റെയും ഒക്കെ വിലയും തരുവയും നോക്കി പോടാ പുല്ലെന്ന്. ഏതായാലും രാജ്യത്തിന് അതിന്റെ മറ്റൊരു രീതിയിൽ പറയാൻ കഴിയും, ഈ ഭാഷയിലല്ല എങ്കിൽ പോലും. അങ്ങനെയൊക്കെ പലപ്പോഴും രാജ്യങ്ങൾ തമ്മിൽ തന്ത്രപരമായ ചില നീക്കങ്ങളും ചില സമയത്തൊക്കെ നടത്തും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇറാൻ എംബസിയിൽ പോയി നമ്മൾ അനുശോചനം അറിയിച്ചു. നമ്മുടെ രാജ്യത്ത് വന്ന ഒരു പടക്കപ്പൽ മടങ്ങിപ്പോകും വഴിക്കാണ് അമേരിക്ക അടിച്ചിട്ടത്. സ്വാഭാവികമായും ഇന്ത്യക്ക് അതിൻ്റെ ഒരു ഇന്റർനാഷണൽ അതിർത്തിയിൽ വെച്ച് ഇന്റർനാഷണൽ സീൽ വെച്ചാണ് അത് ഇട്ടെങ്കിൽ പോലും ഇന്ത്യയിൽ വന്ന് മടങ്ങിയതാണ്. അതിൻ്റെയൊക്കെ ഒരു എതിർപ്പ് ഇന്ത്യ അത് ഓരോ തരത്തിലും ഓരോ ഘട്ടത്തിലും ഭരണാധികാരികളാണ് തീരുമാനിക്കുന്നത് എങ്ങനെ പ്രകടിപ്പിക്കണം. നമുക്ക് വേഗത്തിൽ ചില കമന്റുകൾ കൂടി വായിക്കാം. റഷ്യയിൽ 95 ബാരൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു. PB ഇടപെടും, ട്രംപ് അമേരിക്ക വിടേണ്ടി വരുമെന്നൊക്കെ സ്വർണ്ണലത പറയുന്നു. ശ്രീമതി സ്വർണ്ണലത, ഒരു രാജ്യത്ത് ലോകത്തെവിടെയും അനീതി കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് മാനവിക ബോധമുള്ള മനുഷ്യരുടെ സ്വഭാവമാണ്. അപ്പോൾ അതിനെ നമ്മളിവിടെ നിന്നിട്ട് ട്രംപിൻ്റെ അനീതിക്കെതിരെ പ്രതികരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എൻ്റെ സംസാരം കേട്ടുകൊണ്ട് നാളെ ട്രംപ് അനീതി നിർത്തുമെന്നല്ല. പക്ഷേ ആ പ്രതികരിക്കാനുള്ള ആർജവം നിങ്ങൾക്ക് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. അതില്ലാതെ ആയി പോകുന്നവർക്ക് ആ മനോഭാവം ഉണ്ടാവില്ല. അത് ഇങ്ങനെ തമാശയായി അവർക്ക് തോന്നുകയും ചെയ്യും. ക്യൂബ കഴിഞ്ഞ് ചൈനയിലോട്ടാകും ട്രംപിൻ്റെ നോട്ടമെന്ന് ജിത്തു പറയുന്നു. കേരളത്തിൽ ഇടതും വലതും ചേർന്ന് യുദ്ധം മുതലെടുക്കുന്നു. ഇറാനേക്കാൾ സൗഹൃദം ഇന്ത്യക്ക് ഇസ്രായേലിനോടുണ്ട്. അത് മറച്ചുവെച്ചാണ് ഇപ്പോൾ ഓരോ പ്രസ്താവന നടത്തുന്നതെന്ന് കുറ്റിത്താൻ ടെമ്പിൾ
പറയുന്നു. യുദ്ധം നീണ്ടുപോകാതെ ലോകത്ത് ശാന്തി സമാധാനം ഉണ്ടാകട്ടെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് രഘുനന്ദനൻ തിരുവില്ലാമരം പറയുന്നു. ട്രംപ് ക്യൂബ പിടിക്കുന്നതിന് എൻ്റെ പൂർണ്ണ സപ്പോർട്ട്, കാരണം അവിടെ മദ്യവും മയക്കുമരുന്നും കൊണ്ട് ചെറിയ രാജ്യം വിഴുങ്ങി. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ക്യൂബ പിടിക്കുന്നതാണെന്നുള്ളത്. എന്തായാലും അഭിജിത്ത് കൊള്ളാം. അഭിജിത്ത്. അപ്പോൾ മുരളീധരൻ നായർ വീണ്ടും പറയുന്നു, ഡേവിഡ് ജെ പറഞ്ഞപ്പോൾ കിരണിന് മ്യൂട്ട്, ഞാൻ പറയുന്ന ശുദ്ധ മണ്ടത്തരം. മുരളീധരൻ നായർ പറഞ്ഞത് ക്യൂബയാണ് തൻ്റെ അടുത്ത ലക്ഷ്യമെന്നുള്ള വാർത്ത ഒരു ഇൻ്റർനാഷണൽ ഏജൻസിയിലും പുള്ളി കണ്ടില്ല എന്നാണ് പറഞ്ഞു. ഒരു പൊതു സ്ഥലത്ത് വന്ന് അങ്ങനെ ഒരു പ്രതികരണം നടത്തുമ്പോൾ തെറ്റായ പ്രതികരണം നടത്തരുത്. മുരളീധരൻ നായർ ഇങ്ങനെ തെറ്റായ പ്രതികരണം നിരന്തരം നടത്തുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് പേര് പറഞ്ഞ് തന്നെ പറയുന്നത്. അമേരിക്കയോട് ഇഷ്ടമില്ലാത്ത ഒരു രാജ്യവും ലോകത്തിൽ വേണ്ട എന്ന് അമേരിക്ക മാത്രമല്ല അമേരിക്കയുടെ മൂട് താങ്ങികളും കരുതുന്നതെന്ന് കൃഷ്ണൻകുട്ടിയൊക്കെ പറയുന്നു. ഇന്ത്യക്കെതിരെ നീങ്ങിയാൽ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.